അങ്ങോട്ടൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കിന് ഞാൻ 2 മാഗി മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ ലിസ്റ്റിൽ കിടക്കുന്ന ഒരു ഐറ്റമാണ് മാഗിയുടെ സൂപ്പ്. അങ്ങനെ ഞാൻ വിചാരിച്ച് കയ്യോടെ തന്നെ അങ്ങ് ഉണ്ടാക്കാമെന്ന്. ഇവിടെ 2 പാക്കറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഒരു പാക്കറ്റേ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം എൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ മാഗി എല്ലാം കൂടി നല്ലവണ്ണം ഇങ്ങോട്ട് തല്ലി പൊട്ടിച്ചിട്ടു. പാനിൽ വെക്കുക, അതിലേക്ക് ആവശ്യത്തിന് ബട്ടർ ഇടുക, ചോപ്പ് ചെയ്ത് ഗാർലിക് ഇട്ട് കൊടുക്കുക, പിന്നെ സവാള ഇട്ട് നല്ലതുപോലെ അങ്ങോട്ട് സോട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് ക്യാരറ്റും ക്യാപ്സിക്കും ഇട്ട് വീണ്ടും സോട്ട് ചെയ്യുക. അതിന് നിറം അങ്ങോട്ട് മാറുമ്പോഴത്തേക്കിന് കുറച്ച് ഉപ്പും കൂടി ഇടുക, പിന്നെ വെള്ളം ഒഴിക്കുക, ഒന്ന് തിളപ്പിക്കുക. ഉപ്പിടുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മാഗിയുടെ മസാലയും അതുപോലെ കുറച്ച് സോയാ സോസും കുറച്ച് വിനാഗിരിയും അവസാനമായിട്ട് കുറച്ച് കോൺഫ്ലവർ കലക്കി ഒഴിച്ച് കൊടുക്കണേ. അപ്പോഴത്തേക്കിനും ഒരു തിക്നെസ് കിട്ടും. ഇത്രയേ ഉള്ള കാര്യം. പെട്ടെന്ന് തന്നെ സൂപ്പ് റെഡിയായി. വെറും 5 മിനിറ്റ് തന്നെ റെഡിയാക്കി എടുക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ സാധനം അധിക നേരം വെച്ചുകൊണ്ടിരിക്കൽ ചൂട് മാറാനാന്ന് പറഞ്ഞിട്ട് ആ ചൂടോടെ തന്നെ കഴിക്കണമേ, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളേ. ആ ടൈമിൽ കുറച്ച് കുടിച്ചെങ്കിലും കുറച്ച് ഞാൻ ചൂട് മാറട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചു. പിന്നെ സംഭവം കയറി അങ്ങോട്ട് കുറുകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഊതിയിട്ടാണെങ്കിലും മാക്സിമം അപ്പം തന്നെ കുടിക്കാൻ നോക്കുക. നിങ്ങളും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.